ഹായ് ഹലോ വ്യൂവേഴ്സ്, once again വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ വേൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനി. ഇപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മെറ്റീരിയൽ വെച്ച് തന്നെ ചൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുള്ള രണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അനാർക്കലി കാണിക്കാനാണ്. നിങ്ങൾക്ക് ഇത് അനാർക്കലി ആയിട്ടോ ഗൗൺ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഓപ്ഷനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കാം. നമുക്ക് എന്തായാലും ഡ്രസ്സിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേപ്പ് വൈൻ്റെ കളറിലുള്ള ഒരു അടിപൊളി അനാർക്കലിയാണ്. നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ബോഡിയിലെ പോർഷനിലായിട്ട് കണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കും പിന്നെ സ്ലീവും നമ്മുടെ സെയിം പാറ്റേൺ, അതായത് സെയിം ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് പോർഷൻ വന്നിട്ട് നമ്മുടെ സെയിം കളർ ജോർജറ്റാണ്, ഫോക്സ് ജോർജറ്റാണ് ചെയ്തിട്ടുള്ളത്. താഴത്തുള്ള പോർഷൻ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു ലെയർ ആണെങ്കിൽ ഫോക്സ് ജോർജറ്റും അതിൻ്റെ ഉള്ളിലായിട്ട് നല്ല ബട്ടർ ക്രേപ്പ് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ. അതല്ല, നമുക്ക് ഒരുപാട് തരത്തിലുള്ള ക്രേപ്പ് അവൈലബിൾ ആണ്. 40 രൂപ മുതൽ നമുക്ക് അല്ലാതെ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഓരോ ക്രേപ്പിനും ഓരോ ക്വാളിറ്റി ഉണ്ട്, ചേഞ്ച് ഉണ്ട്, വ്യത്യാസമുണ്ട്. ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ബട്ടർ ക്രേപ്പാണ്. ഒരു പ്രത്യേക ഭംഗിയും കുറച്ച് ലെങ്തും ഒക്കെ കൂടുതൽ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ബട്ടർ ക്രേപ്പ്. അടുത്താണെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്കാണ്. ഇതിൻ്റെ നെക്കാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഈ ഒരു തരത്തിലുള്ള ട്രാൻസ്പാരൻറ്റ് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ലെയർ ട്രാൻസ്പാരൻറ്റ് നെക്കും അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. താഴത്തെ പോർഷൻ ആണെങ്കിൽ നമ്മൾ ഫുൾ 6 ആഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6 ആഗ് എന്ന് പറയുമ്പോൾ അറിയാമായിരിക്കുമല്ലോ, കങ്കൂസ് ചെയ്തിട്ടാണ് വിട്ടിട്ടുള്ളത്. ഈ ഒരു തരത്തിലായിരിക്കും ഉണ്ടാവുന്നത്. ടോട്ടലി എൻ്റെ ലുക്ക് എന്ന് പറയുന്നത് സൂപ്പർബാണ്. ഈ ഒരു തരത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ആയിട്ടുള്ള ലുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം 2500 രൂപയോളം ആണ്. അപ്പം ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രൈസ് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സിന് ഇത്രയും റേറ്റ് ആവുന്നത്. അത് ഏകദേശം നമ്മളിത് വാങ്ങുമ്പോൾ 1200 രൂപ ആ ഒരു റേറ്റോളം നമുക്ക് ആവുന്നുണ്ട് ഈ ഒരു ഫാബ്രിക്കിൻ്റെ പ്രൈസ് മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. എന്നാലും ടോട്ടലി സൂപ്പർ ലുക്കാണ്. നമുക്കിതിൻ്റെ എന്താ പറയുന്നത്, പർപ്പിൾ ഷെയ്ഡ് അവൈലബിൾ ആണ്, ഓണിയൻ പിങ്ക് ഷെയ്ഡ് അവൈലബിൾ ആണ്. അങ്ങനെ കുറേ ഷെയ്ഡ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ്. കണ്ടില്ലേ, ക്ലോസർ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ആയിട്ടുള്ള ലുക്ക് കാണാം. അതിന് മുൻപായിട്ട് സെയിം പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുള്ള അടുത്തൊരു ഡ്രസ്സ് കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ്, അതായത് നമ്മുടെ ഒരു ലാവണ്ടറിൻ്റെ ലൈറ്റ് കളറും ഒരു പിങ്കിൻ്റെ കളർ കോമ്പിനേഷനും ഒക്കെ കൂടെ വന്നിട്ടുള്ള ഒരു അടിപൊളി കളറിലാണ്. കാരണം ഈ ഒരു തരത്തിലുള്ള ഫാബ്രിക്കാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ അടിപൊളിയായിട്ടുള്ള സെയിം ആ ഒരു നെറ്റിൻ്റെ ക്വാളിറ്റിയെക്കാട്ടും ഒരല്പം എന്താ പറയുക റേറ്റ് നമുക്കിത് കുറവുണ്ട്. അതായത് ഇത് ഫുള്ളാണെങ്കിൽ എംബ്രോയ്ഡറിയാണ് വന്നിട്ടുള്ളത്. അതിലാണ് ടോൺ ടു ടോൺ സ്വീക്വൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടിട്ട് ഫുൾ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടില്ലേ, ഒരു തരത്തിലാവുന്നത് കുറച്ച് പ്ലസ് സൈസാണ്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ്. ഇതിൻ്റെ സ്ലീവിൻ്റെ ഉള്ളിലായിട്ട് ലൈനിങ് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവ്സും സെയിം പാറ്റേൺ ആണ്. ഫ്രണ്ടിലത്തെ പോർഷനിലാണെങ്കിൽ നമ്മൾ പ്രിൻസസ് കട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പ്ലസ് സൈസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ പ്രിൻസസ് കട്ട് ഇട്ടാൽ മാത്രമേ ഭംഗി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് പോർഷനും അവർ എന്താ പറയുന്നത് സെയിം നെറ്റ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണെങ്കിൽ ഒരു ഗൗൺ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡബിൾ ഷെയ്ഡ്, അതായത് ഒരു ഡബിൾ ഷെയ്ഡ് തോന്നിക്കുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. താഴത്തെ പോർഷൻ ആണെങ്കിൽ നല്ലൊരു ഫോക്സ് ജോർജറ്റാണ്. ഓണിയൻ പിങ്ക് ഷെയ്ഡ്, നമ്മുടെ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് എന്നൊക്കെ പറയാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് കളറാണോ എന്ന് വെച്ചാൽ നിങ്ങളത് വിളിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ലൊരു ബട്ടർ ക്രേപ്പാണ് കൊടുത്തിട്ടുള്ളത്. ലൈനിങ് ആയിട്ട് കണ്ടുവരുന്നത് അത്ര നല്ല ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു ഡ്രസ്സിന് തന്നെ. അപ്പോൾ ആദ്യത്തത് നമ്മളാണെങ്കിൽ അനാർക്കലി കട്ടിലാണ്, അനാർക്കലി ടൈപ്പ് ആണെങ്കിൽ ഇതാണെങ്കിൽ നമുക്ക് ഗൗണായിട്ടും ഉപയോഗിക്കാം, അനാർക്കലിയായിട്ടും ഉപയോഗിക്കാം. ഇത് ബോട്ടം വെയർ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ടോട്ടലി ഈ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ താഴത്തെ പോർഷനും ഫുൾ കങ്കൂസ് ചെയ്തിട്ടാണ് വിട്ടിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഒത്തിരി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. വരുന്ന വീഡിയോസിലൊക്കെ പുതിയ പുതിയ പാറ്റേൺസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും
സൂപ്പർബായിട്ടുള്ള ഡ്രസ്സിൻ്റെ മോഡൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. നമുക്കിതിൻ്റെ കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഒരു പർപ്പിൾ കളർ അവൈലബിൾ ആണ്, പിന്നെന്താ ഒണിയൻ പിങ്ക് കളർ, ലാവൻഡർ കളർ, അങ്ങനെ കുറേ കളർ ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആണ്. ജോർജറ്റ് ആണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, കണ്ടില്ലേ? ഇതെല്ലാം നമുക്ക് ഡ്രസ്സൊക്കെ കസ്റ്റമൈസ് ചെയ്യേണ്ട മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ടുള്ള നല്ല ഷെയ്ഡ്സിൽ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളാണെങ്കിലും മെറ്റീരിയൽസ് കാണിച്ചിട്ട് തന്നെ നിങ്ങളെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിച്ച് നമ്മൾ ഓർഡർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സിൻ്റെ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴും പറഞ്ഞതുപോലെ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. അപ്പോൾ ഒരുപാടുള്ള വെറൈറ്റീസ് ആണെങ്കിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ആരും മറക്കണം. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കേണ്ട. മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അപ്പോൾ പുതിയ വീഡിയോസ്